അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ്, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന റബ്ബേ, എൻ്റെ ഹൃദയം ദീനിൽ ഉറപ്പിച്ചു നിർത്തണം. വല്ലാത്തൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഏത് സമയവും നമ്മൾ തെറ്റിലേക്ക് എത്തിപ്പെടാം അല്ലേ? നമ്മളെ എന്താണ് നമ്മൾ ഇത്തരത്തിലുള്ള പ്രലോഭനങ്ങൾക്കും പ്രകോപനങ്ങൾക്കും അടിമപ്പെട്ട് അല്ലെ, പെട്ടെന്ന് നമുക്കൊരു ഒരാള് പെട്ടെന്ന് നമുക്കൊരു റിയാക്ഷൻ വരാം, മോശമായിട്ട് പ്രതികരിക്കാം. ഇതൊക്കെ എന്ത് ചെയ്യും? നമ്മുടെ ജീവിതത്തെ ബാധിക്കണം. അതൊക്കെ നമ്മളെ ഹൃദയത്തെ ഉറപ്പിച്ചു നിർത്തേണ്ടത് പടച്ചോന്റെ തൗഫീഖ് തന്നെ വേണം. നമ്മളെ കൊണ്ട് കഴിയൂല അല്ലെ? ഖുർആന്റെ ആയത്തൊക്കെ പരിശോധിച്ചാൽ കാണാം, അള്ളാഹുവിന്റെ റഹ്ബത്തില്ലായിരുന്നു എങ്കിൽ കാണാം അല്ലെ. എന്താണ് ഈ റബ്ബത്താന്നാണ്, ആ ഹൃദയത്തെ നാം ഉറപ്പിച്ചു നിർത്തുന്ന റബ്ബത്താന്ന് പറഞ്ഞാൽ അറബിയിൽ റിബാത്ത് എന്ന് പറഞ്ഞാൽ ഈ സർജറിക്കൊക്കെ വരുമ്പം ലിഗമെന്റ് സർജറിക്ക് അറബികൾ റിബാത്ത് എന്നാ പറയാ. കയറാണ് സത്യത്തിൽ റിബാത്ത് എന്ന് പറഞ്ഞാല്. അപ്പൊ റബ്ബത്താന്ന് പറഞ്ഞാൽ കയറുകൊണ്ട് കെട്ടിനാണ് റബ്ബത്താന്ന് പറയാം. അതായത് ഹൃദയത്തെ കെട്ടി ഉറപ്പിച്ചു നിർത്താൻ, ഹൃദയത്തിന് ഒരു ഉറപ്പ് നൽകുക. അത് പടച്ചോൻ തന്നെ തരണം, നമ്മൾ വിചാരിച്ചിട്ട് കാര്യമില്ല. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു പേഷ്യന്റ് വന്നിട്ട് പറഞ്ഞു, ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയി. അദ്ദേഹത്തിന് എന്താ വെച്ചാൽ ചെറിയൊരു അസുഖമുണ്ട്, ചെറിയ മാനസികമുണ്ട്. ഇപ്പൊ അയാൾ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി വെച്ചാൽ കുറെ അദ്ദേഹത്തിന് ജോലിയുമായി ബന്ധപ്പെട്ട് ഭയങ്കര പ്രഷറിലാണ്. അപ്പൊ ഇപ്പൊ എന്താ വെച്ചാൽ എന്റെ പ്രതിസന്ധി മാറണമെങ്കിൽ അല്ലാത്തവരോട് പ്രാർത്ഥിച്ചാലേ മാറുള്ളൂ എന്ന് തോന്നുന്നു. അതുകൊണ്ട് പടച്ചോനല്ലാത്തൊരു ദൈവത്തെ വിളിച്ചാലോ 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 എന്ന് ഇങ്ങനെ തോന്നുക. ആലോചിക്ക്, അയാൾ എന്തൊരു വിഷമാണ് അനുഭവിക്കുന്നത്. അയാൾ ഇത് സത്യമാണെന്ന് മനസ്സിലാക്കിയിട്ട് അയാളെ മാനസികത്തിന്റെ അസുഖത്തിന് പ്രയാസം അയാൾ പറയുന്നത്. അതായത് പടച്ചോനല്ലാത്ത ഒരാളെ വിളിച്ചാലേ എന്റെ പ്രയാസം മാറുള്ളൂ എന്ന് എന്നോട് ഇങ്ങനെ ഒരാൾ പറയാ. ഒരു വിളിച്ചതെന്ന് തോന്നുക, പക്ഷെ ഞാൻ അങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. എന്താ ഇനി കാട്ടുന്ന ചോദിച്ചു. വല്ലാത്ത പടച്ചോൻ പറഞ്ഞൊരു വാക്കുണ്ട്, എന്താണ്? മറിയം ബീവിക്ക് ആ ഹൃദയത്തെ ഞാൻ ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നെങ്കിൽ എന്നോടത്ത് റബ്ബത്താന്നാണ്, കയറുകൊണ്ട് കെട്ടി എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം. അപ്പൊ കെട്ടി ഉറപ്പിച്ചത് പഴയ കാലത്ത് ഉറപ്പിച്ചാണ് ഒരു കയറുകൊണ്ട് കെട്ടി ഉറപ്പിക്കലാണ്. ഇനി നമുക്ക് ഭാഷയൊക്കെ ഉണ്ട്, ഇത് ഓരോ കാലത്ത് ഓരോന്നല്ല. ആ വന്ന് കെട്ടി ഉറപ്പിക്കാനാല് അപ്പൊ ആ വാക്ക് അങ്ങനെയാണ് വന്നുകിടും. അപ്പൊ നമ്മൾ ഈ പ്രാർത്ഥന ഉണ്ടല്ലോ, നമ്മൾ നിരന്തരം പടച്ചവനോട് സഹായം തേടണം. ഈ എന്താണ് ആരാധനകളാണെങ്കിൽ ഇതൊക്കെ തൗഫീക്ക് വേണം. ബാങ്ക് കൊടുക്കുമ്പോൾ പള്ളിയിൽ പോകാനും സുന്നത്ത് നോമ്പ് നോൽക്കാനും സ്വതക്ക കൊടുക്കാനും ഇതൊക്കെ ഒരു നമുക്ക് പടച്ചോൻ തൗഫീക്ക് തന്നാലേ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പൊ തൗഫീക്ക് പടച്ചോനെ തരണം. അല്ലാഹുവേ, നിന്നെ ഓർക്കാനും നിനക്ക് നന്നായി ഇബാദത്ത് ചെയ്യാനും നീ എനിക്ക് തൗഫീക്ക് തരണേ, നീ എന്നെ സഹായിക്കണേ എന്ന് നമ്മൾ പറയുമ്പോൾ സഹോദരങ്ങളെ, പടച്ചോനെ ഉത്തരം ചെയ്താലേ നമുക്ക് എന്നെ തൗഫീക്ക് കിട്ടുള്ളൂ. അതുകൊണ്ട് ഈ പ്രകാരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ നല്ലോണം വർദ്ധിപ്പിക്കണം. അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക, അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക.